ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈലിൽ മാങ്ങക്കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ മാങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് സവാള, അതായത് ഒരു 2 സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി ഇത്രയത്തിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വിനാഗിരി ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണേ. ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതായത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ മാങ്ങാക്കറിയുടെ എല്ലാ രുചി ഇരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോൾ ഇതിനകത്തോട്ട് തേങ്ങയുടെ 2ാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് മിൽക്കിൻ്റെ ക്യാൻഡ് മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ക്യാൻ മിൽക്ക് ഒഴിക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ, ആ കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്ത് പിന്നീട് ഈ ക്യാൻഡ് മിൽക്ക് എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാങ്ങക്കറി ഒന്ന് ലൈറ്റായിട്ട് കിട്ടും. ഇത്ര നേരം കുറുകിയാലോ ഇരുന്നത്. അപ്പോൾ അതൊന്ന് ലൈറ്റാക്കിയിട്ട് അതിനകത്തോട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരെ ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം കയ്യിൽ കൊണ്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. ശേഷം തേങ്ങയുടെ 1ാം പാൽ ഒഴിക്കുന്നു. വേറൊരു പാനിൽ കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുന്നു. മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവും അതേപോലെ ക്യാൻഡ് മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ മറക്കല്ലേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.